ശ്രീ പി സി ജോർജ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സ് നടത്തുന്നത് എന്നാണ്. എന്നാൽ നമുക്കറിയാം ഈ വായ്പ കുറച്ച് നൽകണമെന്നൊക്കെ അപേക്ഷയുമായി ചെന്നവർക്ക് 500 രൂപ വായ്പ കുറച്ച് നൽകുന്നു. ഈ രീതിയിൽ അപഹാസ്യപരമായ സംഭവങ്ങളാണ് പലയിടത്തും ഉണ്ടായത്. എല്ലാ സ്ഥലത്തും അപഹാസ്യമല്ലേ? എന്തെങ്കിലും കൂടെ നാട്ടിലെ ജനക്കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഞാൻ പറയുന്നത് എന്തിനാ എന്ന് കൂടുതൽ പറഞ്ഞ പല ചീത്ത പറഞ്ഞു, അതുകൊണ്ട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നവകേരള സദസ്സ് എന്ത് ഇയാൾ തിരുവനന്തപുരത്ത് തീർത്ത് കഴിഞ്ഞ് എറണാകുളം ജില്ലയിൽ പ്രത്യേകം ഒരു ദിവസം കൊടുത്ത്, അതായത് 36-37 ദിവസം കേരളത്തിലെ ജനങ്ങളെ വേണ്ടാധീനം പറഞ്ഞ് സഹായിക്കാന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രകടനം നടത്തിയിട്ട് എന്ത് കിട്ടി? അവരുടെ ഉദ്ദേശം രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ ജനങ്ങളെ ഒന്ന് രാഷ്ട്രീയം പറഞ്ഞ് മനസ്സിലാക്കാന്ന് ശ്രമിച്ച് നാറിപ്പോയി. എന്റെ വേണ്ടി കോൺഗ്രസിന്റെ അതിക്കടയില്ലേ? കോൺഗ്രസ് അല്ലേ അത് എതിർക്കേണ്ടവൻ, അല്ലെ അനുകൂലിക്കണം. എന്റെ ഒരു അഭിപ്രായത്തില് നവകേരള സദസ്സം പറഞ്ഞ് മുഖ്യമന്ത്രി പ്രോഗ്രാം പിടിച്ചപ്പോ അതിനെ കോൺഗ്രസ് അങ്ങ് സഹകരിക്കണം. ഇമാരെ ബസ്സിനകത്തോടെ കൂടെ കയറണമായിരുന്നു. എന്നാ കുഴപ്പം? പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എങ്കിൽ രാഷ്ട്രീയം പറയുമോ? ഇമാരെ രാഷ്ട്രീയം പറയാതെ ഇമാരെ മര്യാദ പഠിപ്പിക്കാൻ പറ്റും വഴി കോൺഗ്രസ് ഇവരെ സഹകരിക്കുകയാണ്. അതിന് പകരം പാവപ്പെട്ട ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ കൊണ്ട് കൊടിയും പിടിക്കൊടുത്ത് വിട്ട പിള്ളേരെ തൊഴി മേടിച്ച് എത്ര പാവം യൂത്ത് കോൺഗ്രസ് പിള്ളേരാ അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് വീട്ടിൽ കിടക്കുന്നത്. ഇത് ഏതെങ്കിലും പട്ടിക്കുറവ് തിരിഞ്ഞു നോക്കുമോ? കോൺഗ്രസ് പാർട്ടി പോലും നോക്കേല. ഈ തൊഴി കിട്ടവർ തൊഴി കിട്ടി, അതല്ലേ വെച്ച് എത്ര അനുഭവം ഉണ്ട്? അതിന്റെ അനുഭവം പറയാൻ 100 എണ്ണം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, CPM ആ മട്ടൻ കൊലപാതകം 5 പാവപ്പെട്ട ചെറുപ്പക്കാരെ വെടിവെച്ച് വന്ന് NT രാമകൃഷ്ണൻ ഇഷ്യൂ ഉണ്ടാക്കി. ആ വെടിവെട്ട് ആശുപത്രി കിടക്കുന്ന ആ മരിച്ച 5 പേരുടെ കുടുംബങ്ങളെ പറ്റി ഇമാർ ചിന്തിക്കുന്നുണ്ടോ? അവിടെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല എന്താ ഗുണം? ആ കുടുംബത്തിന്റെ ജീവിതം എങ്ങനെ, ആ മരിച്ചുപോയ കുടുംബം എങ്ങനെ ജീവിക്കുന്നതിനെ പറ്റി ഇമാർ ആരെങ്കിലും ചിന്തിക്കണോ? സഹാക്കന്മാരെങ്കിലും. ഇതുകൊണ്ട് ജീവൻ കളയുന്നത്, ഇവരൊക്കെ വേണ്ടി രാഷ്ട്രീയത്തിന് വേണ്ടി ജീവൻ കളയാൻ നടക്കുന്ന ചെറുപ്പക്കാർ എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും ജീവൻ കളയരുത്, ആരോഗ്യം കളയരുത് എന്നാണ് ഉപദേശിക്കാനുള്ളത്. ശ്രീ പി സി ജോർജ്, ഈ സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു ജീവൻ രക്ഷാ സേനയൊക്കെ രൂപീകരിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കയ്യേറ്റം ചെയ്യുന്നതും പരസ്യമായി കയ്യേറ്റം ചെയ്യുന്നതും ഈ നവകേരള സദസ്സിനിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയെ മറ്റും ഈ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ? 3000 പോലീസുകാരെ ഡെപ്യൂട്ട് ചെയ്തത്. ആ 3000 പോലീസുകാർ 2890 2900 എണ്ണവും പഴയ ഡിവൈഎഫ്ഐക്കാർ തന്നെ സെലക്ടഡ് ആയിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടനമല്ല നടത്തിയത്. ആരെങ്കിലും കരികൊടി വന്നാൽ ഒന്ന് ആലോചിച്ച്, മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് വണ്ടി കയറ്റി വീണ ഒരു പയ്യൻ കാലൊടിഞ്ഞ് വണ്ടി കയറ്റി പോലീസിന്റെ എസ്കോട്ട് കാർ, മുഖ്യമന്ത്രി എസ്കോട്ട് കാർ കയറ്റി അവന്റെ കാല് തകർത്തു. ആ വീട് കിടക്കുമ്പോൾ ഈ തന്തയ്ക്ക് പറക്കാത്ത, ഈ വാക്ക് ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് അവൻ 16 തന്തയ്ക്ക് എനിക്ക് ധൈര്യമുണ്ട് അവൻ എന്നെ നേരിട്ട് അതിനില്ല പറയാം. അവന് 16 തന്തയാ. ആ വൃത്തികെട്ടവൻ ആ ഒരു ഇരുമ്പ് കാടി വെച്ച് പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കാല് അടിച്ചൊടിക്കുക. ഇവനെ ഇടിവെട്ടി പോവും ഈ തെണ്ടിയെ. അതാ എനിക്ക് പറയാനുള്ളത്. എത്ര ഭീകരമായി ഇതൊക്കെ! ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കാണിച്ച് മഹാഭാവം എന്നാ കരികൊടി കാണിക്കുന്നത്. കരികൊടി കാണിക്കുന്ന വലിയ അപകടമാണോ? ഇത്ര വലിയ നഷ്ടമാണോ കരികൊടി കാണിക്കുന്നത്? ഇത് രാജ്യത്ത് ജനാധിപത്യത്തിന് ഏറ്റവും മര്യാദകളായ ഒരു സമരമല്ലേ അത്, കരികൊടി കാണിക്കുന്നത്? അതിനവരെ കാലടിച്ചൊടിക്കുന്ന തെണ്ടി ഈ മുഖ്യമന്ത്രി നാണം കെട്ടവൻ. അവൻ പറഞ്ഞ എന്താ? ഞാൻ കണ്ടില്ലെന്ന്. അവിടെ പുറകിൽ 360 ഡിഗ്രി ഇറങ്ങുന്ന കസേരയിലാണ് ആ വൃത്തികെട്ടവൻ ഇരുന്നത്. എന്നിട്ട് അവൻ കാണാതെ പോയത്. വൃത്തികെട്ടവൻ, ഇയാളെ വൃത്തികെട്ടവന്മാരെ കൂമ്പാരം. വളരെ നന്ദി ശ്രീ പി സി ജോർജ് ഈ സമയം പ്രതികരിച്ചതിന്.